പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 32 ദിനരാത്രങ്ങൾ കേട്ടത് നാടിന്റെ നാനാഭാഗത്തു നിന്നും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് ഗ്രാമാന്തരങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ വ്യത്യാസമില്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ലക്ഷക്കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടു, നേരിട്ട് സംസാരിച്ചു. കണ്ടത് കേട്ടതൊക്കെ വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും പ്രത്യാശ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി ഞങ്ങൾ കണ്ടു. അമ്മമാരുടെ കൂട്ടായ്മ, സ്ഥൈര്യത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ മാഫിയയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലിടോ എന്ന് പറയുന്ന അമ്മമാരുടെ ആർജവത്തെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഗ്രാമത്തെ ഈ ലഹരി മാഫിയയ്ക്ക് തീരെഴുതാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമാതിർത്തികളിൽ കാവൽ നിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു. ഒരുപാട് സംഘടനകളെ നമ്മൾ കണ്ടു. കഠിനാധ്വാനം ചെയ്യുന്ന പോലീസിനെ കണ്ടു, എക്സൈസിനെ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഈ യാത്രയുടെ അവസാനം നിൽക്കുമ്പോൾ 32 ദിവസങ്ങൾ യാത്ര പൂർത്തിയാക്കിയതാ ഈ വേദിയിൽ കാസർഗോഡ് കടപ്പുറത്തായി യാത്ര പൂർത്തിയാക്കി ഈ അറബിക്കടലോരത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സമാപന സമ്മേളനത്തിന് ഔപചാരികമായി തുടക്കമാവുകയാണ്. എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഈ യോഗത്തിന് പ്രൗഢമായ സദസ്സിന് സ്വാഗതം ആശംസിക്കാൻ ഞാൻ 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ KR ഗോപികൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ. കോഴിക്കോട്ടുകാർ എന്ന് പറയുമ്പോൾ കോഴിക്കോടുള്ളവരുണ്ടാകും, പുറത്തുനിന്ന് കോഴിക്കോടിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരുണ്ടാകും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചീഫ് എഡിറ്റർ, നിങ്ങൾ സ്നേഹത്തോടെ SKN എന്ന് വിളിക്കുന്ന ശ്രീ R ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തിൻ്റെ 4 പതിറ്റാണ്ട് നീണ്ട മാധ്യമ പ്രവർത്തനം ഇതുപോലെ ഒരു ആവശ്യത്തിന്, അതായത് കേരളം, നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയിൽ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നടത്തിയ വിശ്രമമില്ലാത്ത 30 ദിവസം നീണ്ട യാത്രയുടെ പരിസമാപ്തി കുറിക്കുന്ന വേദിയാണിത്. കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നത് കോഴിക്കോട്ടുകാരെയല്ല, ഈ ലഹരിയുടെ പിടിയിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കണം എന്ന് കരുതുന്ന മുഴുവൻ മലയാളികളെയുമാണ്, ലോകത്തെ മുഴുവൻ മലയാളികളെയുമാണ് ഞങ്ങൾ മുന്നിൽ കാണുന്നത്. ഈ ഒരു ദൗത്യവുമായി 24 ഇറങ്ങുമ്പോൾ സംശയം പ്രകടിപ്പിച്ചവരുണ്ടായിരുന്നു, നെറ്റി ചുളിച്ചവരുണ്ടായിരുന്നു, ആശങ്കപ്പെട്ടവരുണ്ടായിരുന്നു, ആകാംക്ഷയോടുകൂടി നിന്നവരുണ്ടായിരുന്നു. എന്താണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ യാത്ര കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണോ ഇതുപോലെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ പിടിയിലാക്കുന്ന ലഹരി മാഫിയയുടെ നീരാളി കൈകളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുമോ? ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ ഈ യാത്രയ്ക്ക്. കേരളത്തിൽ സ്വന്തം മക്കളെ, സ്വന്തം സഹോദരങ്ങളെ, സ്വന്തം സഹോദരിമാരെ അവർ ലഹരിയുടെ അടിമയാകപ്പെട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ച് ഭാവി തലമുറ ഇല്ലാതാകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം കൈകോർത്ത് നിന്നുകൊണ്ട് അതിനെ ചെറുക്കാൻ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ ഉണർത്തുക. ആ ലക്ഷ്യം, ആ ഉദ്ദേശം 100% പൂർത്തിയാക്കാൻ SKN 40യുടെ ഈ കേരള യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് സാക്ഷ്യമാണ് ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ. അപ്പോൾ ഒരു പ്രതിജ്ഞ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇതിലെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മുന്നിൽ, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോരോ സംഭവങ്ങളും. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയല്ല, ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. അതിന് കേരളത്തിൻ്റെ സുമനസ്സുകളുടെ പിന്തുണ 24 എന്ന ചാനലിനും ഞങ്ങൾ നടത്തിയ ഈ യാത്രയ്ക്കുമുണ്ട് എന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ സായാഹ്നത്തിൽ നമ്മൾ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. എൻ്റെ കർത്തവ്യം എന്നത് ഈ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം എൻ്റെ സ്നേഹം നിറഞ്ഞ കോഴിക്കോട്ടുകാരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവരും, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഈ യാത്രയ്ക്ക് ആദ്യം തന്നെ ആശംസകൾ നേരുകയും ഞങ്ങളുടെ ഉറച്ച പിന്തുണയായി നിൽക്കുകയും ചെയ്തയാളാണ് 24ൻ്റെ ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ്. അദ്ദേഹമാണ് ഇന്ന് ഈ ഔപചാരിക ചടങ്ങിൽ, ഈ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിറഞ്ഞ മനസ്സോടെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. SKN 40 കേരള യാത്ര മഹാസമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ആദരണീയനായ സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ശ്രീ PA മുഹമ്മദ് റിയാസ്. സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ശ്രീ PA മുഹമ്മദ് റിയാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കോഴിക്കോട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധി, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട MP ശ്രീ MK രാഘവൻ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് ആശംസാ പ്രസംഗത്തിനായി. സ്നേഹാദരങ്ങളോടെ ശ്രീ MK രാഘവൻ MP, താങ്കൾക്ക് സ്വാഗതം ഈ വേദിയിലേക്ക്. കോഴിക്കോട് അതിരൂപത രൂപപ്പെട്ട ശേഷം അതിലെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അച്ഛൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് ഈ വേദിയിൽ. ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ആശംസകൾ നേരാനും ലഹരിക്കെതിരായ ഈ പോരാട്ടത്തിൽ നമ്മെ നയിക്കാനും സ്നേഹാദരങ്ങളോടെ നമ്മളെ പിന്തുണയ്ക്കാനും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ശ്രീ ജ്ഞാനതപസ്വി ഈ വേദി അലങ്കരിക്കാൻ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു ഗുരുരത്നം ശ്രീ ജ്ഞാനതപസ്വി. ആശംസകൾ നേരാൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ P രഘുനാഥ് എത്തുന്നു ഈ വേദിയിൽ. ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ശ്രീ P രഘുനാഥിനെയും ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യും. കോഴിക്കോട് DCP ശ്രീ അരുൺ K പവിത്രൻ ആശംസകൾ അറിയിക്കാനായി ഈ വേദിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെയും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യും. ഔപചാരികതയുടെ പേരിൽ ഒരു സ്വാഗതം ആവശ്യമില്ലാത്ത ആളാണ് ശ്രീ R ശ്രീകണ്ഠൻ നായർ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ സ്നേഹവും അതൊരു അധികാരവും അവകാശവുമായി എടുത്തുകൊണ്ട് 40ാം SKN 40യുടെ അദ്ദേഹം 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ 30 ദിവസം വിശ്രമമില്ലാതെ കേരളത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടത്തിയ ഈ യാത്രയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട SKN